നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SITക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് പോയത് AI കടകംപള്ളി സുരേന്ദ്രൻ. ഒറിജിനൽ കടകംപള്ളി പാർട്ടി ആഫീസിലുണ്ടെന്ന്. ക്യാപ്സൂൾ ഇറക്ക് സഖാവേ, ക്യാപ്സൂൾ ഇറക്ക്. നല്ല ഒന്നാം തരം ക്യാപ്സൂളാണ് ഇത്. ജനം തൊണ്ട തൊടാതെ വിഴുങ്ങും. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എയറിൽ കിടന്ന് അമ്മാനമാടുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. ചോദ്യം ചെയ്യലിന് പോയ കടകംപള്ളി പോലും ഇത്ര ട്രോൾ ഏറ്റുവാങ്ങുന്നില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി ട്രോളോട് ട്രോൾ മഴയിൽ കുളിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം MV ഗോവിന്ദൻ നടത്തിയിരുന്നല്ലോ. ശബരിമല ഞങ്ങൾക്ക് വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചില്ല, എന്നാൽ ചെറിയ രീതിയിൽ ഒരു പ്രഹരം ഏൽപ്പിച്ചു. പോറ്റി CPM നേതാക്കൾക്കൊപ്പമൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിൽ ചിലതൊക്കെ AI ആണെന്നൊക്കെ MV ഗോവിന്ദൻ വെച്ച് അലക്കിയിരുന്നല്ലോ. ഇതോടുകൂടിയാണ് ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് പോയത് AI കടകംപള്ളിയാണെന്ന് ഒരു കീച്ച് സഖാവേ എന്ന് മലയാളികൾ ഒന്നാം തരം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് CPMനും സർക്കാരിനും. കാരണം കടകംപള്ളിയെ ഇതിനു മുൻപേ ചോദ്യം ചെയ്യാൻ പല നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു ചോദ്യം ചെയ്യലിന് പോലും കടകംപള്ളിയെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുകയായിരുന്നു, പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു പാർട്ടിയും ഭരണകൂടവും ചേർന്ന്. എന്നാൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഗ്രരൂപം എടുക്കുകയായിരുന്നു ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ. SITയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഓരോ ഇടപെടലുകളും ഉണ്ടായത്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് ചോദിച്ചപ്പോൾ തന്നെ SITക്ക് ബോധ്യം വന്നിരുന്നു അടുത്തത് കടകംപള്ളിയുടെ പേരായിരിക്കും പറയാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിയുടെ പേര് ഹൈക്കോടതി ഉയർത്തരുത്, ഹൈക്കോടതി ആ പേര് പോലും പറയരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന്റെ റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുൻപിൽ ഉടൻ സമർപ്പിക്കുകയും ചെയ്യും. അതായത് കടകംപള്ളി സുരേന്ദ്രൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഇവിടെ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധേയമാണ്. അതായത് ആരെയും അറിയിക്കാതെ, ആരും അറിയാതെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ഒരു വാർത്ത പോലും എവിടെ നിന്നും ലീക്കായില്ല. ശനിയാഴ്ചയായിരുന്നു ആ ചോദ്യം ചെയ്യൽ നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. മനഃപൂർവ്വം അത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത പുറത്തു വന്നപ്പോൾ അടപടലം പെട്ടുപോയിരിക്കുകയാണ് സർക്കാർ. കാരണം കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാര വിഷയമല്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ തനിക്കൊരു അറിവുമില്ല എന്ന് കടകംപള്ളി പറയുമ്പോൾ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രിയുടെ കസേരയിൽ കയറി ഇരുന്നത് എന്ന ചോദ്യം ശക്തമാകും. മാത്രമല്ല പത്മകുമാറിന്റെയും പോറ്റിയുടെയും മൊഴിയിൽ തന്നെയുണ്ട് സ്വർണം പൂശുന്നതിന്, പാളികൾ ഇളക്കി മാറ്റുന്നതിന് മന്ത്രിയുടെ മുൻപിൽ കത്ത് എത്തിയിരുന്നു എന്ന്. എന്നാൽ കടകംപള്ളി അപ്പോഴും കള്ളമാണ് പറഞ്ഞത്. തന്റെ പക്കലേക്ക് അങ്ങനെ ഒരു കത്ത് എത്തിയിട്ടില്ല, സർക്കാരിനും അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരുന്ന പത്മകുമാർ പറയുന്നു കടകംപള്ളിയിലേക്ക് കത്ത് എത്തിയിരുന്നുവെന്നും. പോറ്റിയും ഇത് തന്നെയാണ് പറയുന്നത്. ഇവിടെ സംശയിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിൽ വെച്ച് എടുത്ത ഒരു ചിത്രമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ അത് സംശയിക്കുന്നില്ല. കാരണം ശബരിമലയിൽ പലപ്പോഴായി പോറ്റി എത്തിയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ കടകംപള്ളി സുരേന്ദ്രനും എത്രയോ തവണ ശബരിമലയിൽ പോയിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ കണ്ടുള്ള പരിചയമാകാം. അതുകൊണ്ടാണ് എവിടെയോ വെച്ച് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തതെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഗോവർദ്ധന്റെയും കൂടെ നിന്നിട്ടാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഗോവർദ്ധനെ എങ്ങനെയാണ് കടകംപള്ളിക്ക് പരിചയം? ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയാണ്. അയാൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്. ഈ പറയുന്ന ഗോവർദ്ധന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം നിന്നിട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ചിത്രമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദനും ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ പക്കലേക്ക് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എത്തിയത് എങ്ങനെയാണ് അത്ര ഒരു അടുപ്പം അയാൾ അവിടെ ഉണ്ടാക്കിയെടുത്തത്? ഔദ്യോഗിക വസതിയിൽ വെച്ച് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. ഒരു ബൊക്കയും പിടിച്ചുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുകയായിരുന്നു ഗോവർദ്ധൻ.
അവിടെ വരെ എത്താൻ ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും എങ്ങനെ കഴിഞ്ഞു, ഏതൊക്കെ വഴികളിലൂടെ ബന്ധം സ്ഥാപിച്ചു എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇതേ ചോദ്യം നമുക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലും ചോദിക്കണ്ടേ? എങ്ങനെയാണ് പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധം? ഗോവർദ്ധനെ എങ്ങനെ പരിചയപ്പെട്ടു? ആ സൗഹൃദത്തിന്റെ പിന്നാമ്പുറങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പാർട്ടി മറുപടി പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ വിജയകുമാർ അറസ്റ്റിലാകുമ്പോൾ എൻ വിജയകുമാർ പറഞ്ഞ ഒരു മൊഴിയുണ്ട്. അയാളുടെ മൊഴിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സഖാവ് പറഞ്ഞു, ഞാൻ അത് ചെയ്തു. അതായത് പത്മകുമാർ പറഞ്ഞതനുസരിച്ചാണ് താൻ പ്രവർത്തിച്ചത് എന്നാണ് ഈ പറയുന്ന വിജയകുമാർ മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെ അക്ഷരം പ്രതി സത്യമാകുകയാണ് എല്ലാം. 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെല്ലാവർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത്. അവിടെയാണ് ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. പത്മകുമാറിനെയും വാസുവിനെയും മുരാരി ബാബുവിനെയും ബൈജുവിനെയും പോറ്റിയെയും ഒക്കെ ആദ്യം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിന് ശേഷം പിന്നീട് അറസ്റ്റ് നടത്തുകയായിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലെങ്കിലും നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കുമായിരുന്നുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാതിരുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒരു പ്രാഥമിക മൊഴിയെടുപ്പിന് പോലും SIT വിളിക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു. അതിൽ തന്നെ ദുരൂഹതകൾ ഏറെ ആയിരുന്നില്ലേ? ഈ സർക്കാരിന് നേരെയും പാർട്ടിക്ക് നേരെയും വിമർശനം വന്നപ്പോൾ എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകൂ എന്ന്? ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറായില്ല? അപ്പോൾ പരമാവധി ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒടുക്കം നല്ല 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് MV ഗോവിന്ദനോട് ട്രോളന്മാരെല്ലാവരും കൂടി പറയുന്നത് അത് AI കടകംപള്ളിയാണെന്ന് പറ, ഒറിജിനൽ പാർട്ടി ആഫീസിൽ തന്നെയുണ്ട്, വേണമെങ്കിൽ ഒരു ചിത്രം എടുത്ത് അയച്ചു തരാം എന്നൊക്കെ വലിയ ട്രോളുകളാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ് പാർട്ടി. പ്രത്യേകിച്ച് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണവും മറ്റ് യോഗങ്ങളും ഒക്കെ നടത്താനുള്ള നീക്കത്തിലേക്കും കടക്കുന്നു. എന്നാൽ പ്രാദേശിക നേതാക്കൾ നിന്ന് വിറയ്ക്കുകയാണ് പ്രചാരണത്തിന് പോകാൻ കഴിയാതെ. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ചോദ്യമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെ മറികടക്കാൻ പോലും പ്രാദേശിക നേതാക്കൾക്ക് കഴിയുന്നില്ല, നേതൃത്വത്തിന് കഴിയുന്നില്ല. പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ ഇപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ഈ പറയുന്ന നേതാക്കൾക്കില്ലാത്തത് കാരണം പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ ഭയപ്പെടുകയാണ് ഓരോ CPMകാരനും. ഈ ഒരു ഗതികേടിലേക്ക് CPMനെ കൊണ്ടെത്തിച്ചത് ഈ ഭരണകൂടവും ഈ പാർട്ടിയും ചേർന്നാണ്. ഇവർ നടത്തിയിട്ടുള്ള കൊള്ളകൾ ഒന്നുകിൽ ഈ പറയുന്ന പോലെ ശബരിമലയിൽ നടന്ന കൊള്ള ഇവരാരും അറിഞ്ഞില്ല എന്നൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയില്ല. ദേവസ്വം മന്ത്രി പോലും ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ജനം വിശ്വസിക്കുമെന്നാണ്. ധാർമ്മികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ പാർട്ടിക്കുണ്ടായിരുന്നു. അതായത് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടവരെ മാറ്റി നിർത്താനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും പാർട്ടി കാണിക്കണമായിരുന്നു. അന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രത്തോളം വലിയ തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. നിയമസഭയിൽ ഉറപ്പായും ശബരിമല വലിയൊരു ചോദ്യം തന്നെയാണ്. ആ തീച്ചൂളയിൽ CPM നിന്നുരുകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പത്മകുമാറിനെ പുറത്താക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന CPMന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കടകംപള്ളിയെയും ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല എന്ന ന്യായീകരണമായിരുന്നു CPMും കടകംപള്ളിയും മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കടകംപള്ളിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും SIT മൊഴിയെടുത്തിട്ടുണ്ട്. പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണ സംഘം കടകംപള്ളിയുടെയും മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമാണ് കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ ഇത്രയും വൈകിയത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവർ ഇത് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിയമസഭയിൽ ജയിക്കാൻ ശബരിമല ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിക്ക് പരിചയമുണ്ട് എന്നായിരുന്നു പത്മകുമാർ നേരത്തെ നൽകിയ മൊഴി. ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നതായും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്.
ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SIT കടകംപള്ളിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തത് എന്ന വിവരമുണ്ട്. കടകംപള്ളിയും തനിക്ക് പോറ്റിയെ അറിയാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധം എങ്ങനെയുള്ളതായിരുന്നു, സാമ്പത്തിക ഇടപാടുകളിലേക്കോ മറ്റ് അനധികൃതമായ കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്നുള്ളതും SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നിയമസഭയിൽ അടപടലം വീണാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ട് മാത്രമാണ് എന്നുള്ളത് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.